ഹലോ അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. നമുക്ക് ഇന്ന് കെട്ടിയോളോട് ഒരു കാര്യം ചോദിച്ചു നോക്കാം കേട്ടോ. എടി കെട്ടിയോളെ, നമുക്കിന്നൊരു ഇട്ടുവന്ത് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാല്ലേ? ഓക്കെ, വായോ. ലക്ഷദ്വീപിൽ ഇട്ടുവന്നത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളി, 3 ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂടുതൽ ഇടാട്ടോ. ഞങ്ങളിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. എണ്ണ ഒഴിച്ചതിന് ശേഷം സവാളയും തക്കാളിയും നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയും വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉണ്ടാക്കി വെച്ച പേസ്റ്റും കൂടി ഇടാട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ, നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ. സവാളയും തക്കാളിയും വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള പൊടി ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇടുക, വറുത്ത് പൊടിച്ച മുളക് കേട്ടോ, ഗരം മസാല ആവശ്യത്തിന്, ഫിഷ് മസാല ആവശ്യത്തിന്, കുറച്ച് കാശ്മീരി ചില്ലി കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇത്ര ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മീനാണെങ്കിൽ മീൻ, അല്ലെങ്കിൽ ചിക്കൻ, ബീഫ് ആണെങ്കിൽ ബീഫ്, നമ്മൾ ഏതാണോ ചൂസ് ചെയ്യണത് അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിൽ തിളച്ച് വരണം കേട്ടോ. അപ്പോഴാണ് ഇനി അടുത്ത പണി. നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരി കൂടി ഇട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, റൈസ് കുക്കറിൽ തന്നെ അങ്ങനെ വിടുക, നേരെ മൂടിയിട്ട് കൊടുക്കുക. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്താവും, നമ്മുടെ ഇട്ട് വന്നത് ഇവിടെ റെഡി ആയി കിട്ടും. നമുക്കതിൻ്റെ വേവ് അനുസരിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ ഇട്ട് വന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്പ് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് മോനെ, ഓഫ്, വല്ലാത്ത ജാതി. ലക്ഷദ്വീപിലെ ഇട്ടുവന്തിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് 2 രീതിയിലുള്ള സൈഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായ കുറച്ച് ഉള്ളിയാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ പുളി, ഇതും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക്. കണ്ടല്ലേ? അങ്ങനെ ഇത് 4ഉം കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക. ഇട്ടുവന്നതിനോടൊപ്പം കഴിക്കാനുള്ള ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു സൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, കുറച്ച് മതി. ഇനി ഇതിലോട്ട് കുറച്ച് വിനാഗിരി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലക്ഷദ്വീപിൽ ഇട്ട് വന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് കഴിക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മളെ കെട്ടിയോളാണ് നമുക്കിത് ഉണ്ടാക്കി തന്നത്. കുറച്ച് വീഡിയോസിൽ ഞാനിങ്ങനെ ഇട്ട് വന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പം കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് വന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ കെട്ടിയോൾ നമുക്കിത് റെഡിയാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള 2 സൈഡും കൂടി നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഒരു 2-3 മിനിറ്റ് മുന്നേ ഈ രണ്ട് സൈഡ് നമ്മൾ എന്താക്കുക, റെഡിയാക്കി വെക്കുക. കാരണം ഇതിൻ്റെ വിനാഗിരി ഈ ഉള്ളിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഉണ്ടാക്കി 2-3 മിനിറ്റ് നമ്മളത് വെയിറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും കൂടി, ഇത് നമ്മൾ പുളിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നമ്മളത് വെക്കാം. പിന്നെ ഇവിടെ മീൻ വറുത്തതുണ്ട്. നമുക്ക് മീനായതുകൊണ്ട് നമ്മൾ മീൻ കൊണ്ടാണ് ഇന്ന് ഇട്ട് വന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കട്ടൻ ചായ മസ്റ്റാട്ടോ. കാരണം നല്ല കോമ്പിനേഷനാണ് കട്ടൻ ചായ കൂടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം വേറൊരു കാര്യം കൂടി നമുക്ക് നല്ല കോമ്പിനേഷനുള്ള ഒരു സാധനമുണ്ട്, മയോണൈസും കൂടി കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേറൊരു ടേസ്റ്റും കൂടി നമുക്ക് ഫീൽ ആവും കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഈ കൊച്ചു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.